അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ളോഗ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ ഇന്ന് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിതേ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൽ കേക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുള്ളൂ, ഒരു ലെയർ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പുഡിങ് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ അതേ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സ്റ്റിഫാവോളം ബീറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതേ ആദ്യം ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ക്രീം ഒന്ന് വേറെടുത്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം എടുക്കാൻ നമുക്കൊരു ടീസ്പൂണോ കത്തിയൊക്കെ വെച്ച് നമ്മൾ ഫസ്റ്റ് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്കത് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വേറെടുത്തെടുക്കാൻ കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ വേറാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആ ക്രീം കൊടുക്കുന്ന കഴിക്കാനാവുമല്ലോ എപ്പോഴും ഇഷ്ടമുണ്ടാവുക ബിസ്ക്കറ്റ് ആകുമ്പോൾ. അപ്പോൾ അതേ ഞാൻ രണ്ടും വേറെ എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് വേറൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, ക്രീം ഞാൻ വേറൊരു ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ലെയറുള്ള ആ കേക്ക് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ആദ്യം എടുത്ത് പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പൊടിക്കാതെ 4 പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കൈ വെച്ച് ഞെരടിയിട്ട് തന്നെ നമ്മളൊന്ന് പൊടിച്ചാൽ മതി. മിക്സിയിലൊന്നും നമുക്ക് അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കണ്ടില്ലേ, ഇതുപോലെ ഞാനതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിതേ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ കേക്കിൻ്റെ ഇതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതെല്ലാം നമുക്ക് ഒരു ടീസ്പൂൺ വെച്ച് ഒരു ലെയറാക്കിയിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതേ കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റിൽ നമ്മൾ മിൽക്കായിട്ട് ആഡ് ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഞാനും അത് കാരണം തന്നെയാണ് മിൽക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ മിൽക്കിൻ്റെ വാട്ടർ നന്നായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വരുന്ന രീതിയിൽ തന്നെ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഏകദേശം 1 കപ്പിന് മുകളിൽ മിൽക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് കുതിരുന്ന രീതിക്ക് തന്നെ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച പകുതി വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പകുതി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ലെയറിനും വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒരുപാടൊന്നും സ്റ്റിഫാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിഫാക്കി എടുത്തിട്ടില്ല. നമ്മൾ ഡ്രീം കേക്കിനൊക്കെ ചെയ്യണ പോലെയുള്ളൂ ഞാനിത് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലെയറും വെച്ച് കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എടുത്തിട്ട് നമുക്കത് പരത്തി കൊടുക്കാം. നമുക്കത് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. കുട്ടികളൊക്കെ അതേ പുഡിങ്ങിനൊക്കെ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതേ ഞാൻ ചെറിയ പീസ് വെച്ചൊക്കെ ഞാനെല്ലാം വെച്ചുകൊടുത്ത് ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മളെപ്പോഴും പുഡിങ്ങിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്റ്റിഫാക്കി എടുക്കരുത്. നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യണ പോലെ വിപ്പിംഗ് ക്രീം ഇതിന് സ്റ്റിഫാക്കി എടുക്കരുത്. കാരണം നമ്മളൊന്ന് ലൂസാക്കിയിട്ട് തന്നെ നമ്മളെപ്പോഴും ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ പുഡിങ് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീം നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ഇനി ഇതിങ്ങനെ ഡെക്കറേഷൻ വെക്കണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചെങ്കിൽ ബിസ്ക്കറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആ ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാനിതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് കാണാൻ നമുക്ക് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ടല്ലോ അല്ലേ.
ഇനി ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതും കുറച്ച് ബ്രെഡ് പൊടിച്ചതും ഞാൻ ആ വൈറ്റ് ഭാഗങ്ങളിലൊക്കെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് ഈ പുഡിങ് കണ്ടപ്പോൾ അപ്പോൾ ഓർമ്മ വന്ന് ജയൻ്റെ ഒരു പടമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൽ ഏതോ ഒരു നടി ഇതുപോലെ ഒരു ബ്ലാക്ക് സാരിയിൽ വൈറ്റ് ഡോട്ടായിട്ടുള്ള ഇങ്ങനെ വലിയ ഡോട്ടായിട്ടുള്ള ഒരു ചുറ്റിയൊരു ഓർമ്മ എനിക്കിങ്ങനെ വന്ന്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.